ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ജനറൽ ടെസ്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 60 ചോദ്യങ്ങളിൽ ഏകദേശം 19-20 ചോദ്യങ്ങൾ ഈ വട്ടം എങ്ങനെ പോയാലും GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ 2023 ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നതിലൂടെ ചോദ്യങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. മോസ്റ്റ് ഓഫ് ദി ടൈംസ് വേറെ തന്നെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ തന്നെ വന്നാലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരിക, അതുപോലെ എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക, മാച്ച് ദ ഫോളോയിങ് ആണോ, വൺ വേർഡ് ആണോ, ഇനി GK എന്നാണോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, കറണ്ട് അഫയേഴ്സ് നിന്നാണോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഇനി GK എന്നാണെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ 2024 CUET എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ്സും ഇതുപോലത്തെ ഒരുപാട് സെഷൻസും ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതൊക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ Prepwise പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് Prepwise ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. ഒട്ടും സമയം കളയാതെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് പ്രോഗ്രാം ഈസ് ലാർജസ്റ്റ് ബയോമെട്രിക്സ് പ്രോഗ്രാം ഇൻ ദി വേൾഡ്. അപ്പം ബയോമെട്രിക്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ നമ്മുടെ ഐറിസ് സ്കാനൊക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബയോമെട്രിക്സ് എന്തിനും ഉപയോഗിക്കാം. നമുക്ക് പൊതുവെ സെക്യൂരിറ്റി പർപ്പസിന് ബയോമെട്രിക്സ് ഉപയോഗിക്കാം. ഇനി അല്ല നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ട് നമുക്ക് ബയോമെട്രിക്സ് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിലും അതുകൊണ്ടാണ് ഈ ഡാറ്റ ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്യാമെങ്കിൽ പോലും പല രാജ്യങ്ങളിലും ഇത് കളക്ട് ചെയ്യുന്നത് പോലും തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അത് ലോ സമ്മതിക്കുന്നില്ല. ബിക്കോസ് അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്കോ മറ്റു രാജ്യങ്ങൾക്കൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആധാർ എന്നുള്ള ഇന്ത്യയുടെ ഈ ബയോമെട്രിക് പ്രോഗ്രാം ഒരു റഷ്യൻ സ്പൈ എല്ലാം കൂടെ എടുക്കുകയും ഈ കോവിഡിന്റെ സമയത്ത്, എന്നിട്ട് പിന്നെ അത് പബ്ലിക്കായിട്ട് അദ്ദേഹം പറയുകയും ചെയ്ത് ഇത്ര ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളതെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ, ഇത്രയും ഈസിലി ഒരു ഹാക്കർ ആക്സസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ ആണ്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഈ ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആസ് ഇൻ ആധാറിൽ ഏകദേശം 128 കോടി ജനങ്ങളുടെ ഡാറ്റ, അതായത് നിലവിൽ ജീവിച്ചിരിപ്പുള്ള 128 കോടി ജനങ്ങളുടെ ഡാറ്റയുണ്ട്. ഇനി ഒരു 9-10 കോടി ജനങ്ങളുടെ കൂടെ ഡാറ്റ എൻറോൾ ചെയ്യാനുണ്ട്. പക്ഷെ അതിൽ കൂടുതലും 0 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡാറ്റയാണ്. അപ്പൊ അത് വളരെ മെല്ലെ സിസ്റ്റത്തിലേക്ക് എത്തുകയുള്ളൂ. ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോമെട്രിക്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആധാർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ സീരിയസ്നെസ്സോടും കൂടി തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതും ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The statement history repeats itself, first as tragedy, second as farce. Farce അല്ല, ഇവിടെ farce ആണ്. Farce means comedy അല്ലെങ്കിൽ തമാശ, അതുമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പം ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നു, ആദ്യം ട്രാജഡി ആയിട്ട് പിന്നീട് കോമഡി ആയിട്ട് അല്ലെങ്കിൽ പിന്നീട് ഫാഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞത് ആരാണ്? ലിയോപോൾഡ് വോൺ റാങ്കെ ആണോ, ഹെഗൽ ആണോ, EH കാർ ആണോ, കാൾ മാർക്സ് ആണോ? ഇതിനെപ്പറ്റി EH കാർ അദ്ദേഹത്തിന്റെ ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ബുക്കിൽ വന്നത് 1852 ദ 18th ബ്രൂമയർ ഓഫ് ലൂയിസ് നെപ്പോളിയൻ എന്നുള്ള ലേഖനത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രയോഗം ആദ്യമായി വരുന്നത്. 1852 എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ജീവിച്ച ഒരു വിഷണറി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ, എക്കണോമിസ്റ്റ് ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കാം. കേരളത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഫെമിലിയർ ആയിരിക്കാനും സാധ്യതയുണ്ട്. വിച്ച് ഈസ് കാൾ മാർക്സ് അല്ലെ. മാർക്സിസം ഇദ്ദേഹത്തിന്റെ ഒരു ചിന്താധാരയിൽ നിന്ന് തുടങ്ങുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
സോ ഇദ്ദേഹമാണ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഫസ്റ്റ് ആസ് ട്രാജഡി സെക്കൻഡ് ആസ് ഫാഴ്സ് എന്ന് പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദി മിനിമം ഏജ് ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര വയസ്സായിരിക്കണം? ഇത് ആർട്ടിക്കിൾ 58 കീഴിലാണ് ഈ റിക്വയർമെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആർട്ടിക്കിൾ 58 പ്രകാരം എത്ര പ്രായമുള്ള ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാം എന്നുള്ളതാണ് ചോദ്യം. 21 ഇയേഴ്സ്, 18 ഇയേഴ്സ്, 25 ഇയേഴ്സ്, 35 ഇയേഴ്സ്. അപ്പൊ ഇതിൽ 18 ഇയേഴ്സ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് എന്നൊക്കെ പറയാം അല്ലെ, അതായത് വോട്ട് ചെയ്യാനുള്ള നമ്മുടെ പ്രായമാണ് 18 വയസ്സ്. പക്ഷെ 18 വയസ്സുള്ള ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? പുറത്തൊക്കെ ഒരു പക്ഷേ പറ്റുമായിരിക്കും. ഏതായാലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് 35 വയസ്സെങ്കിലും ആവണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 58 പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അപ്പൊ ഇത് നോക്കുക, ആദ്യത്തെ ചോദ്യം തൊട്ട് നമുക്ക് നോക്കാം. ഇത് GKയുടെ ഭാഗമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്തത് നമുക്ക് നോക്കാം, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. എങ്ങനെ പോയാലും പോൾ സയൻസിന്റെ വല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചമ്പനേർ ആർക്കിയോളജിക്കൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ. സോ ചമ്പനേർ ആർക്കിയോളജിക്കൽ പാർക്ക്, അപ്പൊ ഈ ചമ്പനേർ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി ആണ്. 8th സെഞ്ച്വറിയിൽ ഗുജറാത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം. ആൻഡ് പോരാത്തതിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഇട്ടിട്ടുള്ളൊരു സിറ്റിയാണ്. സോ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി ഇവിടെ വീണ്ടും ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിന്റെ ഫേമസ് റൂളർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഉത്തരം ക്ലിയർ ആണ്. ചമ്പനേർ ആർക്കിയോളജിക്കൽ പാർക്ക് ചമ്പനേർ സിറ്റിയിലാണ്. അത് ഓപ്ഷൻ 3 അല്ലെ ഓപ്ഷൻ സി ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഫോഴ്സസ് ആൻഡ് ഫ്രഞ്ച് ഫോഴ്സസ് ലെഡ് ബൈ നെപ്പോളിയൻ. ദ ബ്രിട്ടീഷ് ഫോഴ്സസ് വാസ് ലെഡ് ബൈ. ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്നുള്ളത് നെപ്പോളിയന്റെ തന്നെ വേണമെങ്കിൽ ഇന്നത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ കരിയർ മാറ്റിമറിച്ച ഒരു യുദ്ധമായിരുന്നു. 1815 സംഗതി. പക്ഷെ ഈ യുദ്ധത്തിലാണ് നെപ്പോളിയൻ തോക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു റെയിൻ, അദ്ദേഹത്തിന്റെ ഒരു ഭരണം, അദ്ദേഹത്തിന്റെ ഒരു യൂറോപ്പ് അടക്കി ഭരിക്കുക എന്നുള്ളൊരു സ്വപ്നത്തിനൊക്കെ തന്നെ തിരശീല വീഴുന്നത്. ആ യുദ്ധം ആരോടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബ്രിട്ടീഷ് ഫോഴ്സസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ബ്രിട്ടീഷ് ഫോഴ്സസിൽ തന്നെ ഇതൊരു കോവാലിഷൻ ആയിരുന്നു. അതിലൊരാളുടെ പേരെ താഴെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഫോഴ്സ് ആണ് നെപ്പോളിയന്റെ ഫ്രഞ്ച് ഫോഴ്സിനെ നിലംപരിശാക്കുന്നത്. അപ്പൊ ഇവിടെ ആരൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ്: ഡ്യൂക്ക് ഓഫ് സ്കോട്ട്ലൻഡ്, ഡ്യൂക്ക് ഓഫ് വെയിൽസ്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, ലോർഡ് ഹോവാർഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതില് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആണ് ബ്രിട്ടീഷ് ഫോഴ്സസ് ലീഡ് ചെയ്തത്. ഒറ്റയ്ക്കാണോ? ഒരിക്കലും അല്ല. കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? മാർഷൽ ബ്ലൂഷർ. സോ ഇവര് ചേർന്നിട്ടാണ് നെപ്പോളിയനെ വാട്ടർലൂവിൽ തോൽപ്പിക്കുന്നത്. ആൻഡ് വാട്ടർലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലപ്പേരാണ് കേട്ടോ, മറ്റൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ ബാറ്റിൽ ഓഫ് ബക്സർ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ പ്ലാസി എന്നൊക്കെ പറയുന്ന പോലെ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഹു ഈസ് ദി ഓഥർ ഓഫ് ബുക്ക് ഡിവൈൻ ലൈഫ്? ഇത് നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക മിക്കവാറും, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അരബിന്ദോ എന്നുള്ളൊരു ആൻസർ ആണ്. അതായത് നമ്മുടെ ഓറോവിലിന്റെ എല്ലാം തന്നെ, പോണ്ടിച്ചേരിയുള്ള ഓറോവിലെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്ത അരബിന്ദ ഘോഷിന്റെ പേരാണ് നിങ്ങൾക്ക് ഡിവൈൻ ലൈഫ് എന്നുള്ള ബുക്കിന്റെ ഓഥർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ലൈഫ് ഡിവൈൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ മെയിൻ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാമി ശിവാനന്ദ ആണ്. ഓപ്ഷൻ ബി ആണ്. സോ ഡിവൈൻ ലൈഫ് എന്ന ബുക്ക് എന്ന് പറയുമ്പോൾ ഈ റെഫറൻസ് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ കുറച്ചൊക്കെ ആത്മീയത പല പരീക്ഷകളിലായിട്ടും കയറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആത്മീയതയുടെ മൊത്തം റൂട്ട്സ് പഠിക്കാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, 60 ചോദ്യത്തിൽ 50 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ചോദ്യം കാണുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. സോ ഇവിടെ ഫേമസ് ബുക്സിലൊന്നും പൊതുവെ നമ്മൾ ഈ ഡിവൈൻ ലൈഫ് എന്നുള്ള ബുക്കൊന്നും പൊതുവെ കാണാറില്ല. അപ്പൊ പക്ഷേ ഇവിടെ പറഞ്ഞു വെക്കട്ടെ, ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ, അല്ലെ ഒരു ടോപ്പിക് കൂടെ നല്ല പോലെ നോക്കേണ്ടതുണ്ട്. റൈറ്റ്, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റീസെന്റ് വിച്ച് ആനിമൽ ഹാസ് ബീൻ അപ്രൂവ്ഡ് ആസ് ഫുഡ് ആനിമൽ ബൈ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI? അപ്പം ചില ആനിമൽസിനെ നമ്മൾ എൻഡേഞ്ചേർഡ് ആയിട്ട് കണക്കാക്കും, ചില ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആണ്, ചില ആനിമൽസിനെ പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലൊക്കെ തന്നെ വെക്കും. അതുപോലെ ഫുഡ് ആനിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡിനായിട്ട് റിയർ ചെയ്യാൻ പറ്റുന്ന, വളർത്താൻ പറ്റുന്ന
ആനിമൽ ആയിട്ട് അതിനെ കണക്കാക്കാം. അങ്ങനെ ഈ അടുത്ത് FSSAI ഫുഡ് ആനിമൽ ആയിട്ട് പ്രഖ്യാപിച്ച മൃഗം ഏതാണ്? സീബ്രയാണോ, ഡോങ്കിയാണോ, ഏഷ്യാറ്റിക് ലയൺ ആണോ, ഹിമാലയൻ യാക്കാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു മൃഗത്തിന്റെ നിലവിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 58,000 ആണ്. ഓക്കെ, വീണ്ടും ആൻസർ അതിൽ ഏകദേശം വന്നു, പക്ഷെ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. അപ്പൊ ഇത് കറന്റ് അഫയേഴ്സ് ആണ്. ഓക്കെ, ഇത് കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ ഫുഡ് ആനിമൽ ആയിട്ട് ഈ അടുത്ത FSSAI, അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്, അപ്പൊ 2022 കാര്യമാണ് ഈ പറയണേ. FSSAI ഫുഡ് ആനിമൽ ആയിട്ട് പ്രഖ്യാപിച്ചത് ഹിമാലയൻ യാക്കിനെയാണ്. അപ്പൊ അതിനെ ഇനി വളർത്തുകയും അതുപോലെ തന്നെ കശാപ്പ് ചെയ്യാനും എല്ലാം തന്നെ ലീഗലി പോസിബിൾ ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ? അത്യാവശ്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബിക്കോസ് യൂഷ്വലി യൂണിറ്റ് ഓഫ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ആണ് അല്ലേ? റൈറ്റ്. സോ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുമ്പം അതിന്റെ ഫോമുല എന്താണെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കുക. വർക്ക് ബൈ എന്താണ്? ടൈം തന്നെയല്ലേ? ടൈം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വർക്ക് ബൈ ടൈം എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് പവറിന്റെ ഫോമുല. ഇവിടെ ജൂൾ കൊടുത്തിട്ടുണ്ട്, ജൂൾ പെർ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്, ജൂൾ പെർ സെക്കൻഡ് -1 കൊടുത്തിട്ടുണ്ട്, വാട്ട് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാട്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വാട്ട് പെർ സെക്കൻഡ് ആക്കി എടുക്കാൻ പറ്റില്ല. വെറും വാട്ട് ആണ് യൂണിറ്റ് ഓഫ് പവർ. അല്ലെങ്കിൽ അവിടെ വരുന്ന എന്താണ്? വർക്കിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ, ടൈമിന്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ്. സോ ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതും നമ്മുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഒക്കെ കാണാൻ പറ്റും. SI യൂണിറ്റ്സ് അറിഞ്ഞിരിക്കുക. ഫോഴ്സ്, പവർ, എനർജി, വർക്ക്, ടൈം തുടങ്ങിയ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവണം. അതിന്റെ SI യൂണിറ്റ്സും അതുപോലെ റിലേറ്റഡ് ആയുള്ള ചെറിയ ചെറിയ ഫോമുലയൊക്കെ തന്നെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസിലി ആൻസർ ചെയ്യാം, 5 മാർക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡാഷ് ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിനെയാണ്? സെൽ വോൾ ആണോ, പ്രോട്ടോപ്ലാസം ആണോ, മൈറ്റോകോൺട്രി ആണോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ? അപ്പൊ ഇതും ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിട്ടാണ്. നമ്മൾ ചെറിയൊരു പ്രായത്തിൽ തന്നെ ATP, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്താണെന്നും അത് എവിടെയാണെന്നും ഒക്കെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ATP എവിടെയാണ് പൊതുവെ ഉണ്ടാവാറ്? ATP മൈറ്റോകോൺട്രിയയുടെ അകത്താണ് കാണാൻ സാധിക്കുക. ഹെൻസ് മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതെന്താണ്? ബേസിക് സയൻസ് ആണ്. SI യൂണിറ്റ്സും ബേസിക് സയൻസിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രപ്പോസിന്റെ ക്ലാസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. സോ ഓപ്ഷൻ 3 അല്ലെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ, ബേസിക് സയൻസ്. അപ്പൊ എന്തോരം ടോപ്പിക്സ് ഉണ്ട് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ബേസിക് സയൻസ് വന്നു, ഇനി അതല്ലാതെ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളുണ്ട്, ഇനി മുന്നേ വന്നത് കറന്റ് അഫയേഴ്സ് എന്നുള്ള ചോദ്യമുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, ഇത് വേൾഡ് ഹിസ്റ്ററി ആണ്. പിന്നെ ഏൻഷ്യൻ സിറ്റീസ് അല്ലെങ്കിൽ യുനെസ്കോ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ, ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്. അങ്ങനെ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ നിന്നായിട്ടാണ് CUET UGക്ക് ജനറൽ ടെസ്റ്റിന് GKയും കറന്റ് അഫയേഴ്സിനും ചോദ്യങ്ങൾ വരിക. അപ്പൊ അതൊക്കെ തന്നെ കൃത്യമായി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ആക്കാമെന്ന് കരുതിയാൽ ഒരുപാട് സമയം ഉണ്ടാവണമെന്നില്ല. ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. മെയ് 15 തൊട്ട് മെയ് 31 വരെ ആയിട്ട് പരീക്ഷ നടക്കും. അപ്പൊ നിങ്ങളുടെ ബോർഡ് എക്സാം മാർച്ചിലാണ്. അപ്പൊ ഈ മാർച്ചിലേക്ക് പോയിട്ട് ജനുവരി തൊട്ടൊക്കെ തന്നെ നിങ്ങൾ ബോർഡ് എക്സാംസിനെ തിരക്കിലാവും. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസമെങ്കിലും നിങ്ങളുടെ CUETക്കായിട്ട് മാത്രം നിങ്ങൾക്ക് ലഭിക്കും. ഓൾസോ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഡൊമൈൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ജനറൽ ടെസ്റ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇത്രയും ഡിഫറെന്റ് ഏരിയാസ് എന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും തന്നെ ക്ലാസ്സസും അത്രയും തന്നെ ടെസ്റ്റുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ അത് ഇപ്പൊ നോക്കി തുടങ്ങിയാലേ ഒരു പക്ഷെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ കുറച്ച് വൈകി എന്ന് പറയാം. ബിക്കോസ് ഇനി 3 ഒരു 4 മാസം 5 മാസം മാക്സിമം നിങ്ങൾക്ക് സമയം കിട്ടുക പ്രിപ്പറേഷനായിട്ട് CUETയുടെ. ആൻഡ് ജനറൽ ടെസ്റ്റ് നമുക്ക് സ്കൂളിലൊന്നും ഒരു വിഷയത്തിലും വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ജനറൽ ടെസ്റ്റിന്റെ സ്കോറിലേക്ക് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിന് നല്ലൊരു സ്കോറിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു 60% കോഴ്സുകൾ CUETയിൽ ജനറൽ ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3 ഡൊമൈൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ സോഷ്യൽ സയൻസ് കോഴ്സുകളിലേക്ക് പോകണമെങ്കിൽ ജനറൽ ടെസ്റ്റിന്റെ സ്കോർ മാത്രമേ അവർ നോക്കുള്ളൂ. സോ ഈ ഒരു പരീക്ഷ നിങ്ങൾ ഏസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ സോഷ്യോളജിയോ ആന്ത്രോപോളജിയോ ഹിസ്റ്ററിയോ ഏത് വിഷയം വേണമെങ്കിലും പഠിക്കാം. അപ്പൊ അത്രയും അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരീക്ഷ. പോണ്ടിച്ചേരിയിലും ഇതുപോലെ തന്നെയാണ്. ജനറൽ ടെസ്റ്റും മേ ബി ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ കൂടി എഴുതിയാൽ മതിയാവും. അപ്പൊ ഇത്രയും അവസരങ്ങൾ തരുന്ന ജനറൽ ടെസ്റ്റിനെ കുറച്ച് കാണരുത്. ഒരുപാട് പഠിക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നത് അത്രയും നന്നായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മെറ്റീരിയൽസും ക്ലാസും മെന്ററിങ്ങും എല്ലാം ടെസ്റ്റുകളായിക്കോട്ടെ, ടോപ്പിക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക്
പ്രപ്പോയ്സിൽ അവൈലബിൾ ആണ്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ്.